റസ്മിനും ജാസ്മിനും കൂടി ഇപ്പൊ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലൈവില്. ആ സമയത്ത് പവർ നോറ ചാടിക്കുത്തി വന്നിട്ട് ജാസ്മിനെ ഡ്യൂട്ടിക്ക് പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നു. പക്ഷെ ജാസ്മിനോടായിട്ട് പറയുന്നില്ല ഡ്യൂട്ടിക്ക് പോകാൻ. റസ്മിനെയാണ് നോറ വിളിച്ചുകൊണ്ട് പോകുന്നത് സംസാരിക്കണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ജാസ്മിൻ റസ്മിനോട് പറയുന്നു തുണി അലക്കാനും ഫുഡ് ഉണ്ടാക്കാനും അല്ല ഞാൻ ഇവിടെ വന്നത് എന്ന് കലിപ്പിച്ച് ജാസ്മിൻ പറയുന്നു. സിജോ ചേട്ടൻ ഒറ്റയ്ക്ക് നിന്നിട്ടാണ് ഫുഡ് ഉണ്ടാക്കുന്നതെന്ന് നോറ പറയുന്നു. നോറ ഈ കാണിച്ചതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല എന്ന് ആദ്യമേ പറഞ്ഞേക്കാം. ജാസ്മിന് ഡ്യൂട്ടി ചെയ്യാൻ മടിയാണ് എന്നൊരു ആരോപണം സ്ഥിരമായിട്ട് ജാസ്മിനെതിരെ വരുന്ന ഒരു ആരോപണമാണ്. സിബിന്റെ ടൈം മുതലേ വരുന്ന ഒരു ആരോപണമാണ്. ജാസ്മിൻ തന്നെ അത് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഡ്യൂട്ടി ചെയ്യാനല്ല ഗെയിം കളിക്കാനാണ് ഞാൻ വന്നത് എന്നാണ് ജാസ്മിൻ പറയുന്നത്. ഡ്യൂട്ടിയും ഗെയിമും എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് ബിഗ് ബോസ് എന്ന ഷോ. ഡ്യൂട്ടി ചെയ്യാൻ വയ്യെങ്കിൽ ഇറങ്ങിപ്പോവും. അതാണ് എനിക്ക് പറയാനുള്ളത്. ഡ്യൂട്ടി ചെയ്യേണ്ട സമയത്ത് മടിയും പിടിച്ച് ആരോടെങ്കിലും മിണ്ടിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഇൻസ്റ്റൻസില് ജാസ്മിനെ കൊണ്ട് അടിച്ച് പണിയിപ്പിക്കുക എന്നൊരു കാര്യമാണ് നോറ ചെയ്തത്. അത് നോറയുടെ മിടുക്കാണ്. ഇതിലൊരു പേഴ്സണൽ ഗ്രഡ്ജും പരിപാടികളും ഒന്നും ഞാൻ കാണുന്നില്ല. നോറയോട് വലിയ താല്പര്യം തോന്നിയിട്ടില്ലെങ്കിലും ഇന്നിപ്പോ നോറ ചെയ്ത ഈ ഒരു പരിപാടിക്ക് ഒരു കൈയ്യടി തന്നെ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം പണിയെടുക്കാൻ മടിയുള്ളവരെ ഇത് തന്നെയാണ് വേണ്ടത്. പിന്നെ റസ്മിനോട് നോറ ചൂടാവുന്നുണ്ട് പവർ റൂമിൽ വെച്ചിട്ട്. റസ്മിൻ ജാസ്മിനെ ചിരിച്ച് സപ്പോർട്ട് ചെയ്യുവാണെന്നാണ് നോറ പറയുന്നത്. റസ്മിൻ പിന്നെ എല്ലാ സ്ഥലത്തും നിൽക്കുന്ന ഒരാളാണ്. ജാസ്മിനെയും വേണം, നോറയും വേണം, ശ്രീധുവിനെയും വേണം, ചിൻഡു ഒഴികെയുള്ള എല്ലാവരെയും വേണം റസ്മിന്. അതുകൊണ്ട് നോറയെ പുച്ഛിക്കുന്നുണ്ട്. നോറ ഇത് ചെയ്യുമ്പോൾ ഒരാൾ സീരിയസ് ആയിട്ട് എന്തെങ്കിലും വന്ന് പറയുമ്പോൾ മനുഷ്യനെ ആക്കുന്ന രീതിയിൽ ഒരു ചിരിയും ചിരിച്ച് പുച്ഛിച്ചാല ഏതൊരാൾക്കും ദേഷ്യം വരും. അതേ നോറയിൽ കണ്ടുള്ളൂ. പണിയെടുക്കാത്ത ജാസ്മിനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ നോക്കുന്നതിന്റെ ഇടയിൽ റസ്മിന്റെ പുച്ഛവും ഒക്കെ കൂടി ആവുമ്പോൾ ആർക്കായാലും ചൊറിഞ്ഞു വരും. ഇപ്പൊ നോറ ചെയ്തത് കറക്റ്റ് കാര്യമാണെന്ന് നമ്മളിപ്പോ പറഞ്ഞല്ലോ. പക്ഷെ അടുത്ത മൊമെന്റിൽ നോറ പവർ റൂമിൽ ഇരുന്ന് കരയുന്നുണ്ട്. അവിടെയാണ് നോറയ്ക്ക് പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തത് ഈ 60 ദിവസമായിട്ടും. ഇപ്പൊ ജാസ്മിന്റെ മര്യാദകേടുകൾ ഒരു സെഗ്മെന്റ് ആയിട്ട് തന്നെ എടുത്തു പറയേണ്ട ഒരു ഐറ്റമാണ്. ഡിസ്റെസ്പെക്റ്റിന്റെ കൂടാണ്. പ്രായത്തിന് 20 വയസ്സോളം മൂപ്പുള്ള ജിൻഡോയെ ജാസ്മിൻ വിളിക്കുന്നത് നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഊഹിക്കാവുന്നേ ഉള്ളൂ അതേ ഏജ് ഗ്രൂപ്പിലുള്ള നോറയെ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവുന്ന. പോടി എന്നൊക്കെയാണ് പറയുന്നത്. അതേ പറഞ്ഞുള്ളൂ എന്നാണ് ഞാൻ ഈ അത്ഭുതപ്പെട്ട് പറയുന്നത്. പക്ഷെ അതിലെ ഡിസ്റെസ്പെക്ട് എന്ന് പറഞ്ഞാല് മര്യാദകേടിന്റെ എപ്പിറ്റമി അതാണ് ലൈവില് കണ്ടത്. ജാസ്മിൻ പറയുന്നതും കാണിക്കുന്നതുമായിട്ടുള്ള തോന്നിയാസങ്ങൾക്ക് ആരാണ് ഈ ഒത്താശ ചെയ്ത് കൊടുക്കുന്നതെന്നാണ് എനിക്ക് ഇതുവരെ മനസ്സിലാവാത്തത്. ഈ 60 ദിവസവും ഇതൊക്കെ ആരെയും ചോദിക്കൂ? എനിക്കറിയത്തില്ല കേട്ടോ. ആരും ചോദിക്കത്തൊന്നുമില്ല. വെറുതെ വിടത്തേ ഉള്ളൂ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.